Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ മിക്കവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള അൽഫാം ചിക്കൻ ആണ്. അപ്പോൾ ഓവനും ഗ്രില്ലും ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമ്മൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ കിട്ടുന്ന അതേ ഫ്ലേവറിൽ അതേ സ്മെല്ലോട് കൂടിയിട്ട് എങ്ങനെ നമുക്ക് അൽഫാം ചിക്കൻ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. വളരെ എളുപ്പമായിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ്റെ തൈ പീസാണ് എടുത്തിട്ടുള്ളത്. 4 പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ തൈ പീസാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ചിക്കനൊക്കെ ചുടുമ്പോൾ. ഇനി നമുക്ക് ഓരോ പീസ് എന്തെങ്കിലും ഹെവി ഒബ്ജക്റ്റ് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇങ്ങനെ അടിച്ചെടുക്കാം. ഇതിങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ കുക്കാവുമ്പോൾ എല്ലായിടത്തും ഈക്വൽ ആയിട്ട് കുക്കാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിവിടെ ചിക്കനൊക്കെ അടിച്ച് പരത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. അപ്പം നമ്മളിത് വരഞ്ഞെടുക്കുന്നത് മസാല ഒക്കെ നന്നായിട്ട് ചിക്കൻ്റെ ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അൽഫാമിന് ആവശ്യമായിട്ടുള്ള അറബിക് സ്പൈസ് മിക്സ് ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂണ് മല്ലി ഇട്ട് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടേബിൾ സ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടേബിൾ സ്പൂൺ ഏലക്ക ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ കറാമ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ വലുപ്പത്തിലുള്ള 2 പീസ് പട്ട ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പൊ ശ്രദ്ധിക്കണം, ചെറിയ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. കരിഞ്ഞു പോകാൻ പാടില്ല. ജസ്റ്റ് അതൊക്കെ ഒന്ന് ചൂടായി അതിൻ്റെ ഒക്കെ സ്മെല്ലൊന്ന് വരുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി അത് നന്നായിട്ട് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഗ്രൈൻഡറിൽ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ഞാനിവിടെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് മാരിനേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് നല്ല കട്ടിയുള്ള തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ 1 പുളിനാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ തൈര് എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല കട്ടിയുള്ള തൈര് തന്നെ എടുക്കണം. അപ്പൊ ലൂസ് തൈരാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു തോർത്തിലോ മറ്റോ കെട്ടിവെച്ച് അത് തൂക്കിയിട്ടിട്ട് അതിന്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്താൽ മതി. ഹങ് കേർഡ് എന്നാണ് അതിനെ പറയാം. അപ്പൊ അത് അങ്ങനെ എടുക്കണം. കാരണം ലൂസുള്ള തൈരാണെങ്കിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വാട്ടറി ആയി പോവും. മസാലയൊക്കെ ശരിക്കും ചിക്കനിൽ പിടിക്കാതെ അത് വെള്ളമായിട്ട് പോവും. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല കട്ടിയുള്ള തൈര് തന്നെ എടുക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മാരിനേഷൻ. അപ്പൊ ഈ ഒരു മാരിനേഷൻ ചെയ്തിട്ട് ചിക്കൻ ഒരു 1/2 മണിക്കൂർ നേരം നമുക്ക് മാറ്റി വെക്കാം. അപ്പൊ ഈ തൈരും പുളിനാരങ്ങയും കൂടിയിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആവും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് മാരിനേഷൻ ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ മാറ്റി വെക്കുന്നത്. അപ്പൊ ആ ടൈമിൽ നമുക്ക് സെക്കൻഡ് മാരിനേഷന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാം. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ഒരു ഉള്ളി മുറിച്ചത് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലോട്ടേക്ക് ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിന്റെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത് കൂട്ടോ കുറക്കോ ചെയ്യാം. ഇനി അതിലോട്ടേക്ക് ഒരു 8 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു 2 പീസ് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ടേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അറബിക് സ്പൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഏകദേശം ഒരു 1/2 കപ്പ് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 3 ചുവന്ന മുളക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒലിവ് ഓയിൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇതിന്റെ ഫ്ലേവർ ആണ് നമുക്ക് അൽഫാമിന് വേണ്ടത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ നല്ല പേസ്റ്റ് ആക്കി അരച്ചെടുത്തിട്ടുണ്ട്.
ഈ ഒരു പേസ്റ്റ് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് മാരിനേഷൻ. ഇനി നമുക്ക് ഈ ചിക്കൻ മിനിമം 6 മണിക്കൂറെങ്കിലും ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഫ്രിഡ്ജിൽ വെക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ ചിക്കനിലെ മസാലയുടെ ഫ്ലേവർ ഒക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പൊ മിനിമം 6 മണിക്കൂർ എന്തായാലും ഫ്രിഡ്ജിൽ വെക്കാം. ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ പുരട്ടി കൊടുക്കാം. കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. കാരണം നമുക്ക് സാധാ ഫ്രൈ ചെയ്യുന്ന പോലെ അധികം ഡീപ് ഫ്രൈ ഒന്നും ചെയ്യണ്ട. നമ്മുടെ ചിക്കനൊക്കെ 2 സൈഡും ശരിക്കും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ അൽഫാമിന്റെ ശരിക്കുള്ള ടേസ്റ്റ്, ആ ചാർക്കോൾ ഫ്ലേവർ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് ഫ്രൈ ചെയ്ത ചിക്കനൊക്കെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. സ്റ്റീലിന്റെ പാത്രത്തിൽ നമ്മൾ ചൂടാക്കിയ കനൽ വെച്ചെടുക്കുക. ഇനി അത് നമ്മൾ ചിക്കൻ വെച്ച ബൗളിലേക്ക് വെച്ചുകൊടുക്കാം. ഇനി അതിലോട്ടേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിക്കുമ്പോൾ നല്ലോണം പുക വരും. അപ്പം ആ ടൈമിൽ തന്നെ നമ്മൾ മൂടി വെച്ച് ക്ലോസ് ചെയ്യാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് തുറന്നു നോക്കാം. ഇപ്പൊ നല്ല ആ ചാർക്കോളിന്റെ ഫ്ലേവറും ഒക്കെ തന്നെ നമ്മുടെ ചിക്കനിൽ ഉണ്ടാവും. അപ്പൊ റിയൽ നമുക്ക് അൽഫാമിന്റെ ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പൊ നല്ല ടേസ്റ്റ് ആണ്. റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കിട്ടുന്ന അതേ ഫ്ലേവറിൽ തന്നെ ഉണ്ടാവും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.